മുണ്ടിന്റെ തീ. Watch the stream. I've seen such a place before. Hey! What's he doing with you? ആരംഭിക്കില്ല. ചില സാധനങ്ങൾ കഴിക്കുന്നത് നിയാസ് വേദിയിലൊക്കെ നല്ല സൂപ്പറായിട്ട് അവതരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മാമ്പഴം, അതിന്റെ രസം, വിവിധ രസങ്ങൾ മുഖത്ത് മിന്നിമറയുന്നത് കാണാനൊരു നല്ല സുഖമുണ്ട് അല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും അത് എപ്പോഴും ഒരു പുതുമയാണ്. ഒന്ന് കാണിക്കാണ് എന്തായാലും കുട്ടേട്ടനെ കണ്ടല്ലോ. അതെ അതെ അതെ. ഒരു മാമ്പഴം കഴിക്കുന്നത്, അത് നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മ മാവിന്റെ ചോട്ടുന്ന് വീണ് കിട്ടുന്ന മാങ്ങ എടുത്തങ്ങോട്ട് അടിക്കലാണ്, കഴുകുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ സാറേ. അപ്പൊ ആ രീതിയിലുള്ളൊരു മാമ്പഴം കയ്യിൽ പിടിച്ച് കടിച്ച് കഴിക്കാണ്. പ്രേക്ഷകർ കൊതി വന്ന് കാണും ഇപ്പൊ. അത് ആരും കൂടി ഉണ്ടാവും. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഇതുപോലെ തന്നെ ഒരു കാന്താരി മുളക്, അതായത് ചീനമുളക് എന്ന് പറയുന്ന ചെറിയ മുളകുണ്ടല്ലോ സാർ, ഇത് കടിക്കുമ്പോഴുള്ള ഒരു എക്സ്പ്രഷൻ വളരെ മൈന്യൂട്ട് വോയിസ് ആണ് ഒരു കാന്താരി മുളക്. നല്ല എരിവുണ്ട്. പിന്നെ പുളി, നല്ല വാളം പുളി ഉണ്ടല്ലോ സാറേ, അതിങ്ങനെ തൊണ്ട അടർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പച്ച മഞ്ഞ ചുവപ്പ് കളറിലൊക്കെ ഇങ്ങനെ ഒരു ആ സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അതിന്റെ വീണ് കിട്ടുന്ന പുളി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അതെ, അതാ ആ ഒരു സമയത്ത് ഞങ്ങളുടെ അവിടെയൊക്കെ ചെനച്ച പുളി എന്ന് പറയും. കഴിക്കാൻ ഭയങ്കര രസമായിട്ടുള്ള സാധനമാണ്. ആ തൊണ്ട അടർത്തിയിട്ട് ആ പുളി ഇങ്ങനെ ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. കാരണം എല്ലാവരും എന്താ പറയണേ, ഒന്നും പറയാനില്ല. ആപ്പിളൊക്കെ കടിക്കുമ്പോ ഉണ്ടാവുന്നൊരു അതിന്റെ ഒരു വോയിസ് മാത്രമാണ്, മധുരം തന്നെയാണ്, എന്നാലും ആപ്പിളൊക്കെ കടിക്കുമ്പോ അതിന്റെ ഒരു വോയിസ്. പേരക്ക, ഈ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പച്ച പേരക്ക എങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോ കുറച്ച് പഴുത്തതായിരിക്കും, പക്ഷെ ഇത്തിരി മൂത്ത പേരക്കൊക്കെ കടിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു തോട് തുപ്പിക്കള. പിന്നെ അതുപോലെ ഈ പഴച്ചക്ക ഉണ്ടല്ലോ സാറേ, ഈ കൂഴച്ചക്ക എന്ന് പറയും, അതങ്ങനെ നൂല് പോലെ ഉണ്ടാവും, ആ ഒരു ചക്ക കഴിക്കും. മിടുക്കൻ.